ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഏലക്ക നമ്മൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏലക്ക നമ്മൾ എങ്ങനെ പൊടിച്ച് വെക്കണം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നവനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ നമ്മൾ പൊടിക്കാനായിട്ട് ആദ്യം കുറച്ച് ഏലക്ക എടുത്തിട്ടുണ്ട്. ഈ ഏലക്ക പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതാണ്, നല്ല ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ കറിയിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല മണവും ഗുണമൊക്കെ ഉള്ളത് തന്നെ. പക്ഷേ അത് ഏലക്കയുടെ ഗുണങ്ങൾ പോവാതിരിക്കാനും അതുപോലെ തന്നെ അത് എപ്പോഴും നല്ല ഫ്രഷായിട്ട് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കലുകൾ അടിച്ചിട്ടാണ് ഇത് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അറിയാതെ പോലും അത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എല്ലാവരും ഏലക്ക ഉപയോഗിക്കുമ്പോൾ അത് കഴുകി അങ്ങനെ സ്ട്രെയിറ്റ് അങ്ങനെ തൊലിയൊടുക്കനെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് നമ്മൾ എപ്പോഴും പൊടിച്ചു വെക്കുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ തൊലി കളയണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഭാഗങ്ങൾ മാത്രം എടുക്കുക, ഉള്ളിലെ ആ സീഡ് മാത്രം എടുക്കുക. അതിൻ്റെ തൊലി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. തൊലിയിലാണ് എല്ലാ കെമിക്കലുകളും എല്ലാം അടിച്ചു വരുന്നത്. അപ്പോൾ അത് ആ തൊലി ഒഴിവാക്കിയിട്ട് നമ്മൾ ഇതിലുള്ള സീഡ് മാത്രമേ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ അതങ്ങനെ തുറന്നിരിക്കണ്ടാവും. ചിലതൊക്കെ ഇങ്ങനെ തുറന്നിരിക്കണ്ടാവും ഏലക്ക. അത് നമ്മളങ്ങനെ നടുപറന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ സീഡ് കിട്ടും കേട്ടോ. ചിലതെല്ലാം അമർത്തുണ്ടാവും, പക്ഷെ നമ്മൾ പ്രസ് ചെയ്താൽ അത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതല്ലോ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ആ സീഡ് മാത്രം ഒന്നും കളയാതെ, ആ സീഡിന് നല്ല സ്മെല്ലാണ്. അപ്പോൾ അത് മാത്രം അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ കുരുക്കളൊക്കെ എടുത്ത് മാറ്റിയതാ. ഇതുപോലെ നമുക്ക് ഓരോ അതിൻ്റെ ഉള്ളത്തെ എല്ലാ കുരുക്കളും നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ബൗൾക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഏലക്കയുടെ എല്ലാ കുരുക്കളും അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര ഏലക്ക എടുത്തോ അതിൻ്റെ എല്ലാ കുരുക്കളും നമുക്ക് എത്ര പൊടിച്ച് വെക്കേണ്ടത് വെച്ചാൽ അത്ര ഏലക്ക എടുത്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ആക്കിയെടുക്കുന്നൊരു ടൈമുകൾ പെട്ടെന്ന് തന്നെ അത് ഓപ്പണായിട്ട് കിട്ടും. ആ തൊലികൾ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ല മണമാണ്. അപ്പം വീട്ടിൽ നല്ല മണത്തിന് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കൊതുകുകളൊക്കെ പോകാൻ ഏറ്റവും നല്ലതാണ്. ഇത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കുമ്പോൾ ഏലക്ക പൊടിക്കുമ്പോൾ നിങ്ങൾ ഈ തൊലികൾക്കൂടെ പൊടിക്കില്ല, അതേപോലെ ഒന്ന് പൊടിക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചിട്ട് ഒരു സ്പ്രേ പോട്ടിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമിലോ കിച്ചണിലൊക്കെ നമ്മൾ സ്പ്രേ അടിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കുരുക്കൾ മാത്രം ഇട്ടിട്ട് നമ്മളിത് പൊടിച്ച് വെക്കുകയാണ്. പലവരും പഞ്ചസാര ആഡ് ചെയ്തിട്ട് പൊടിച്ച് വെക്കലുണ്ട്. പഞ്ചസാര ചേർത്ത് അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പായസമോ ചായ അതുപോലെ നാരങ്ങ വെള്ളം കലക്കുമ്പോൾ അങ്ങനെയുള്ളതിന് മാത്രം മധുര പലഹാരങ്ങൾക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതുപോലെ പൊടിച്ച് വെച്ചാൽ നമുക്ക് എല്ലാത്തിനും യൂസ് ചെയ്യാം. അപ്പോൾ കറികൾക്കാണെങ്കിലും സ്പൈസി ആയിട്ടുള്ള കറികൾക്കാണെങ്കിലും അതുപോലെ ഇനി പായസത്തിനാണെങ്കിലും എല്ലാത്തിനും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമുക്കത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലേക്ക് ആക്കി വെക്കാം. നമ്മൾ അരയ്ക്കുന്ന ജാറിലാണെങ്കിലും ആക്കി വെക്കുന്ന ബോട്ടിലാണെങ്കിലും തരി വെള്ളം പോലും ആവാതെ നനവാവാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള വേണം കേട്ടോ ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഏലക്കയുടെ പൗഡർ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കേടും വരാതെ ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു ടിപ്പല്ലേ. നമ്മൾ അറിയാതെ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ തൊലി എടുക്കാനും യൂസ് ചെയ്യലുണ്ട്, നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരുപാട് കെമിക്കലും ഇതൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ പൊടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലി നമുക്ക് കളയണ്ട. അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല മണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.